കാട്ടുകൊമ്പൻ്റെ കാട്ടിലൂടെയുള്ള യാത്രയ്ക്ക് കക്കി റിസർവോയറൊന്നും ഒരു തടസ്സമല്ല. റിസർവോയറിലെ വെള്ളത്തിലൂടെ അവൻ അങ്ങ് നീന്തിപ്പോകും. ആന നീന്തുന്ന ഒരു രംഗം കണ്ടായിരുന്നു. ചെറുതായി തുമ്പിക്കൈ മാത്രം, തലയും മാത്രം ഉയർത്തിപ്പിടിച്ച് ഒന്നും അറിയാത്തതുപോലെ അങ്ങനെ മെല്ലെ നീന്തി അങ്ങ് റിസർവോയർ കയറും. റിസർവോയറിൽ ഇപ്പോൾ പൊതുവെ വെള്ളം കുറവാണ്. അതുകൊണ്ടാണ് തൊട്ടടുത്ത് തന്നെ റിസർവോയറിൽ ചില കുന്നുകൾ പോലെ കാണുന്നത്. റിസർവോയർ പൂർണ്ണമായി നിറഞ്ഞു കിടക്കുമ്പോൾ ഈ കുന്നുകളൊന്നും കാണില്ല, അതൊക്കെ മുങ്ങിപ്പോവും. കണ്ടോ, നല്ല ലക്ഷണമൊത്ത ഒരു കൊമ്പനാന തന്നെയാണ് അങ്ങനെ നീന്തിയത്. ഇവൻ ആൾ പെശകാണ്, ഒറ്റയാനാണ്. അവൻ അടുത്ത ആ കുന്ന് കയറി. ആ കുന്ന് ഇപ്പോൾ വെള്ളത്തിൽ സമ്മർജാവുന്ന കുന്നാണ്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് വെളിയിൽ കാണുന്നു. നമുക്ക് അപ്പുറത്തോട്ട് നോക്കാം. തൊട്ടപ്പുറത്ത് എന്താണ്, വീണ്ടും അവൻ്റെ വഴിയിൽ വല്ല തടസ്സങ്ങളും ഉണ്ടോ? നമ്മുടെ റിസർവോയറിൻ്റെ പരിശോധനയ്ക്ക് പോയ ആളുകൾ പരിശോധനാ ബോട്ട് മറ്റേ സൈഡിലേക്ക് ഓടിച്ചു നോക്കി. എന്താണ് സംഭവിക്കുന്നത്, അവൻ തിരിച്ചു വരുമോ, പേടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്നറിയാനായിട്ട് അവർ വീണ്ടും അങ്ങോട്ട് നോക്കി. അങ്ങനെ പതുക്കെ ഓടിച്ചു നോക്കിയപ്പോൾ റിസർവോയറിൻ്റെ അടുത്ത ഭാഗത്ത് അവൻ്റെ വഴിക്ക് തടസ്സമായി നിന്ന്, പക്ഷെ അവിടെ ഒട്ടും ആഴമില്ല. കൂളായിട്ട് ആൾ ഇറങ്ങി നടക്കുകയാണ്, നടന്നു പോവുകയാണ്. അധികം നീന്തത്തക്ക രീതിയിൽ വെള്ളമൊന്നുമില്ല. പതുക്കെ അങ്ങോട്ട് തുമ്പിക്കയൊക്കെ പൊക്കി അങ്ങ് നടന്ന് അവിടെ അങ്ങ് കവർ ചെയ്തു. ആ തടസ്സം അതിനൊരു പ്രശ്നമായില്ല. തൊട്ടടുത്ത അപ്പുറത്ത് വലിയ കാടാണ് കാണുന്നത്. അവിടെ എൻ്റെ കുടുംബക്കാരെയൊക്കെ കാണാൻ പോവുമായിരിക്കാം. വീണ്ടും ആ റിസർവോയറിൻ്റെ പോർഷനിൽ തന്നെയാണ്. അവിടെ ഒരല്പം പ്രശ്നമാണ്, അല്പം വെള്ളം കൂടുതലാണ്. വെള്ളം കൂടുതലാണെങ്കിൽ വേറെ ഒന്നും പേടിക്കേണ്ടതില്ല, അവൻ അങ്ങ് നീന്തിപ്പോവും, അത്രേ ഉള്ളൂ. വെള്ളം കൂടുതലാണ് അവന് ഇഷ്ടം, ചുമ്മാ നീന്താവല്ലോ, ഈ നടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. കക്കി റിസർവോയറിലെ ഒരു കാഴ്ചയാണ് കണ്ടത്.